ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ എൻ്റെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. മൗണ്ട് ഓഫ് ഹെബ്രോൺ ഇൻ്റർനാഷണൽ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന ഈ ഗ്ലോറിയസ് ടൈമിലേക്ക് നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതവും എൻ്റെ വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഒരാഴ്ചക്കാലം അത്ഭുതകരമായി വഴി നടത്തി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വമ്പൻ കർത്താവ് ചെയ്ത വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അനേകരിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിൻ്റെ വലിയ ദയക്കായി സ്തോത്രം. കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. അനേകരെ കർത്താവ് ദൈവികമായ വചനത്തിലൂടെ അനേകരെ കർത്താവ് ഈ എപ്പിസോഡുകളിൽ നിന്ന് ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ദയക്കായി സ്തോത്രം. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായി വരുവാൻ എൻ്റെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 6:30 ഹല്ലേലൂയ ഈ ഗ്ലോറിയസ് ടൈമുമായി കർത്താവ് അനുവദിക്കുന്ന നാളത്രയും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറയുന്നു. നിങ്ങളെല്ലാവരും ഈ വചനം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം അസാധാരണമായ വിടുതലുകളും ദൈവികമായ അനേകർ അനുഭവിച്ച സന്തോഷത്തെയും അനേകർ വിളിച്ചറിയിക്കുണ്ടായി. അതുപോലെ അവരെ തൊട്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളെയും തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഹല്ലേലൂയ കർത്താവിലേറെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കുടുംബത്തിന് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിനേറെ സ്നേഹിക്കുന്ന മാനിക്കുന്ന ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് യേശുവിനെ മാനിച്ചിരിക്കുകയാണ്. കർത്താവെ, അങ്ങേ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനെ, ഇപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ മാനിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒന്ന് പുതിയതൊന്ന് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം ചെയ്യുന്ന നന്മകളെല്ലാം പുതിയതായിരിക്കും. ഹല്ലേലൂയ. പഴയതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ യേശുപ്പച്ചൻ. നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കിയത് ഹല്ലേലൂയ ഈ ലോകത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തത്, ഈ ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ള നന്മ എനിക്ക് നിനക്കും തരുവാൻ വേണ്ടിയാ. ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നന്മ, ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം നിനക്ക് വേണ്ടി ഇന്ന് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം അങ്ങനെയുള്ളൊരു വചനമായി ഇന്ന് തന്നത്. ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ മധ്യത്തിലും നമ്മളെ സമൃദ്ധിയായി വഴി നടത്തുന്ന ഒരു ദൈവത്തെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 19 വരെ. വൈകുന്നേരം ആയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഹല്ലേലൂയ. ഈ നല്ല വചനവേദ ഭാഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭം ദൈവം നമുക്ക് തന്നതോർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം നൽകുന്ന, എൻ്റെ ദൈവം വഴി നടത്തുന്ന വിധങ്ങളെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ദിവസങ്ങളൊന്നും കൊണ്ട് വർണ്ണിപ്പാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അസാധാരണമാണ് എൻ്റെ യേശുവിൻ്റെ കൃപ, അത്രയ്ക്ക് അസാധാരണമാണ് എൻ്റെ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ ദൈവം നമ്മുടെ പ്രതിസന്ധിക്കകത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഔവണ്ണമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ യേശുപ്പച്ചൻ്റെ ഡിക്ഷണറിയിൽ ഹല്ലേലൂയ ഊവ് എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ അകത്ത് അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കകത്തും അതുപോലെ തന്നെ അവൻ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഏതുവിധം പ്രതിസന്ധിക്കകത്ത് ഇരുന്നാലും ഹല്ലേലൂയ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു വിടുതൽ തരാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ ഇന്ന് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. മാർത്തയോട് പറഞ്ഞതുപോലെ വിശ്വസിച്ച്
വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണാൻ പോവുക. ദൈവത്തിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കാൻ പോവുക. ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോവുക. കാരണം ഹല്ലേലൂയ, ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കൽ അത്രയും നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ വിശുദ്ധ നീണം. ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ രക്തം രോഗികളെ സൗഖ്യമാക്കുന്ന രക്തം. യേശുവിൻ്റെ രക്തം പാപികളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന രക്തം. യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രതിസന്ധിക്കകത്തിരുന്നാലും, ഏത് പിശാചിന് നിങ്ങൾ അടിമപ്പെട്ടിരുന്നാലും, ഹല്ലേലൂയ, ഏത് ഭൂതശക്തികൾക്ക് നിങ്ങൾ അടിമപ്പെട്ടിരുന്നാലും യേശുവിൻ്റെ രക്തം അതിൽ നിന്നെല്ലാം ഇപ്പോൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വിടുവിക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മേൽ ദൈവശക്തി അങ്ങനെ തന്നെ വ്യാപരിക്കും. വചനത്തിനകത്ത് എൻ്റെ യേശു ചെയ്തിട്ടുള്ള സകല അത്ഭുതങ്ങളും അതിനൊരു ഉദാഹരണം മാത്രമല്ല, അതൊരു ഓരോരുത്തർക്കും ഒരു അനുഭവമായിരുന്നു. അത് ഏതെങ്കിലും ഒരു കഥയെക്കുറിച്ചല്ല സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, അനേകം വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവർ അനുഭവിച്ച നന്മ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവരനുഭവിച്ച അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് ദൈവികമായ വിടുതലുകൾ. ഹല്ലേലൂയ, ദൈവം തരുന്ന നന്മകളെല്ലാം, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് ശാശ്വതമായിരിക്കും. എൻ്റെ യേശു ഏതെങ്കിലും ഒരു രോഗിയെ തൊട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, അവൻ പൂർണ്ണമായ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ, ഏതെങ്കിലും പാപിയെ നോക്കി ആ പാപത്തിൽ നിന്ന് വിട്ടൊഴിയണമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടോ? അവൻ അപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. പിന്നെ ആ പാപ സ്വഭാവത്തിലേക്ക് പോകുവാൻ, പിന്നെ ആ പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുവാൻ ഹല്ലേലൂയ യേശുവിൻ്റെ വചനം അനുവദിച്ചില്ല. ഹല്ലേലൂയ, അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ദൈവികമായ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഞാനല്ല നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നത്. ഈ ശുശ്രൂഷിക്കുന്ന ഞാനല്ല നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റുന്നത്. ഹല്ലേലൂയ, ദൈവികമായ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വചനം നിങ്ങളുടെ ശരീരത്തിൽ ക്രിയ ചെയ്ത് ഹല്ലേലൂയ അസാധാരണമായ വിടുതലുകൾ ഉണ്ടാക്കും. ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ അസാധാരണമായ സൗഖ്യങ്ങൾ ഉളവാക്കും. നീ എത്ര പാപിയായ വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈ വചനം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ വചനം ആ പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് തന്ന വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹല്ലേലൂയ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു അത്ഭുതമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം പുരുഷന്മാരെ മാത്രമല്ല അതിലധികവും വരുന്ന ജനത്തെ പോഷിപ്പിച്ച് 12 കുട്ട മിച്ചമെടുത്തത്. ഹല്ലേലൂയ, എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിൽ അല്പം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള നന്മ ഹല്ലേലൂയ ഒരല്പം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ, കർത്താവ് ഇപ്പോൾ നിന്നോട് പറയുന്നു, അത് ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു, അത് ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു, അത് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഒരേ ഒരു കണ്ടീഷൻ, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ളത് ഇപ്പോൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈമാറുവാൻ റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള നന്മ ഇപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ നീ റെഡിയാണെങ്കിൽ എൻ്റെ യേശു നിനക്ക് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, നിങ്ങളുടെ അടുത്ത് ഹല്ലേലൂയ ഈ സമയം നിങ്ങളുടെ മക്കളോ മരുമക്കളോ ഹല്ലേലൂയ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കരങ്ങളിൽ തൊട്ടിട്ട് പറ, യേശു അപ്പച്ചൻ ഞങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു, കർത്താവ് നമ്മളെ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് കണ്ടിട്ടല്ല എൻ്റെ യേശു പറയുന്നത്. നിന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ളത് അല്പമായിരിക്കാം. ഹല്ലേലൂയ, യേശു കർത്താവ് ഹല്ലേലൂയ പറഞ്ഞതും അത് തന്നെ. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് ഹല്ലേലൂയ ഇവിടെ 5 അപ്പവും 2 മീനുമല്ലാതെ ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ, എൻ്റെ അപ്പൻ പറഞ്ഞത് അടുത്തൊരു അഭിഷേകത്തിൻ്റെ വാക്കായിരുന്നു, അടുത്തൊരു അനുഗ്രഹത്തിൻ്റെ വാക്കായിരുന്നു. ഹല്ലേലൂയ, ഇല്ലായ്മയിൽ നിന്ന് വർദ്ധിപ്പിക്കുന്നതായൊരു വാക്കാണ് എൻ്റെ യേശു പറഞ്ഞത്. അതിങ്ങ് കൊണ്ടുവാ. ഹല്ലേലൂയ, അതിങ്ങ് കൊണ്ടുവാ. ഹല്ലേലൂയ, ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം യേശുവിൽ സമർപ്പിക്കാമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കയ്യിൽ ഹല്ലേലൂയ സാമ്പത്തികമായി ഒന്നുമില്ലായിരിക്കാം, സാരമില്ല. ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന ആ പ്രതിസന്ധിക്കകത്തുനിന്ന്, നീ ആയിരിക്കുന്ന രോഗത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന കടഭാരത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ആ ഇല്ലായ്മയിൽ നിന്ന്, നീ ആയിരിക്കുന്ന നിരാശയിൽ നിന്ന്, നീ ആയിരിക്കുന്ന ആ ശൂന്യതയിൽ നിന്ന് നിന്നെ വിടിവിപ്പാൻ
നിന്റെ കയ്യിലും ഒരു സോഴ്സും കാണത്തില്ലായിരിക്കാം, സാരം ഇല്ല. ഇപ്പോൾ യേശു പറയുന്നു, നിന്റെ കയ്യിലുള്ള ആ കൊച്ചു വിശ്വാസമില്ലേ, അതിപ്പോൾ നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമെങ്കിൽ, അതിപ്പോൾ നീ ക്രിസ്തുവിലേക്കൊന്ന് സമർപ്പിക്കാമെങ്കിൽ, എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, അതിനെ ഞാൻ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. യേശുവിൻ്റെ വചനം ഇപ്പോൾ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. നീ ശൂന്യതയുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം കടുകുമണിയോളം ചെറുതാണെങ്കിലും ഹല്ലേലൂയ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് അവിടെ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ, മല പോലെ, പർവ്വതങ്ങൾ പോലെ, ഹല്ലേലൂയ, നിന്റെ മുന്നിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ യേശുവിൻ നാമത്തിൽ മാറ്റി അതിൻ്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി എൻ്റെ യേശു തുറക്കാൻ പോകുന്നു. കാരണം എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, 5 അപ്പത്തെയും കൊണ്ട് 2 മീനിനെയും കൊണ്ട് 5000-ഓളം വരെ പോഷിപ്പിച്ച് 12 കുട്ട മിച്ചമെടുക്കാമെങ്കിൽ മല പോലെ നിൽക്കുന്ന, പർവ്വതങ്ങളെ പോലെ നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ആ പ്രതിസന്ധി, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള അല്പമായ വിശ്വാസം കൊണ്ട്, നിന്റെ കയ്യിലുള്ള അല്പമായ വിശ്വാസം കൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. എൻ്റെ യേശു ഇപ്പോൾ നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഒരു അസാധാരണമായ ദൈവശക്തി ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള അല്പമായ വിശ്വാസം മതി. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പുറത്തെടുക്കാൻ പോകുന്നു. ഒരു അസാധാരണമായ വിടുതൽ ഇപ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള കടുകുമണി പോലുള്ള ആ ചെറിയ വിശ്വാസം മതി. വലിയ കാര്യങ്ങൾ എൻ്റെ യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. കടുകുമണി പോലുള്ള ചെറിയ വിശ്വാസം കൊണ്ട് എൻ്റെ യേശു നിനക്ക് വേണ്ടി ഇപ്പോൾ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. കാരണം നീ കൊടുത്തത്, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു വ്യക്തിയിലല്ല, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു അധികാരിയുടെ കയ്യിലല്ല നീ ഇപ്പോൾ കൊടുത്തത്. ഹല്ലേലൂയ, അഖിലാണ്ടത്തെ മുഴുവനും, ഹല്ലേലൂയ, ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവ്വചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും സൃഷ്ടിച്ച യേശുവിന്റെ കരങ്ങളില്ല നീ കൊടുത്തത്. ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയില ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത്. ദൈവസന്നിധിയിൽ നീ കൊടുക്കാൻ റെഡിയാണെങ്കിൽ എൻ്റെ യേശു നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഹല്ലേലൂയ, നിങ്ങളെ ഞാൻ ഒരു നാളും അനാഥരായി വിടത്തില്ല, നിങ്ങളെ ഞാൻ ഒരു നാളും അനാഥരായി വിടത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ അനാഥരായി വിടുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല വന്നിരിക്കുന്നത്. ഞാൻ ആ വചന വേദഭാഗം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കാം. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ യേശുവിൻ്റെ ഹല്ലേലൂയ കരുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ അപ്പൻ പറഞ്ഞത് പോയി കൊണ്ടുവരാനല്ല പറഞ്ഞത്, പോയി നിനക്ക് ഇല്ലാത്തത് എടുത്തുകൊണ്ട് വരുവാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ, നിനക്കില്ലെങ്കിൽ നീ വായ്പ എടുത്തുകൊണ്ട് വരാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ, മകനെ മകളെ, ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത്, ഹല്ലേലൂയ, പ്രിയ സഹോദരനെ സഹോദരിയെ, ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത്, ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ കൊടുക്കാമെങ്കിൽ എൻ്റെ യേശു നിന്നെ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. എൻ്റെ അപ്പൻ ചെയ്തത്, ഹല്ലേലൂയ, ആ കൊണ്ടുവന്ന ബാലന് മാത്രമല്ല ആ ഇരട്ടിപ്പ് അനുഭവിച്ചത്. ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ കടന്നു വന്ന സകല പുരുഷാരത്തിനും കൊടുത്ത് 12 കുട്ട മിച്ചമെടുത്തതുപോലെ എൻ്റെ യേശു നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഒരു വർധനവിൻ്റെ സീസണിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കടത്തിവിടാൻ പോകുന്നു. നീ ഇപ്പോൾ ഇരിക്കുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ഇപ്പോൾ ഇരിക്കുന്നത് കടഭാരത്തിൻ്റെ മധ്യത്തിലായിരിക്കാം, സാരമില്ല. ഹല്ലേലൂയ, യേശുവിൽ വിശ്വസിക്കാമെങ്കിൽ, യേശുവിൽ ആശ്രയിക്കാമെങ്കിൽ, യേശു ക്രിസ്തുവിൽ നീ ഒന്ന് ചാരാമെങ്കിൽ, അവൻ്റെ മാർവോട് നീ ഒന്ന് ചാരിയിരിക്കാൻ ഇപ്പോൾ, ഹല്ലേലൂയ, നീ ഒന്ന് മനസ്സ് വച്ചാൽ, ഹല്ലേലൂയ, ലക്ഷങ്ങളുള്ള കോടികളുള്ള നിന്റെ കടഭാരത്തെ എൻ്റെ യേശു മായ്ക്കും. ഹല്ലേലൂയ, ഇതൊരു വെറും വാക്കല്ല, നിങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ, നിങ്ങളെ ഒന്ന് ആവേശപ്പെടുത്തുവാൻ പറയുന്ന വാക്കുകളല്ല. യേശുവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, യേശുവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ഭാരം മുഴുവൻ, ഹല്ലേലൂയ, നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാനല്ല പറയുന്നത്. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ യേശു അത് ലഘൂകരിക്കും. യേശു അതിനെ, ഹല്ലേലൂയ,
സോൾവ് ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ദൈവം അതിനെ പൂർണ്ണമായി മാറ്റും. ഹല്ലേലൂയ. യേശു ജീവനുള്ള ദൈവമെന്ന് നിങ്ങളുടെ ജീവിതങ്ങൾ തിരിച്ചറിയും. ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. സാരമില്ല കുഞ്ഞെ. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി മരിച്ചു. അവൻ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി. ഹല്ലേലൂയ. അവൻ്റെ പ്രാണൻ എനിക്ക് വേണ്ടി സമർപ്പിച്ചത് നീ വിശ്വസിക്കാമെങ്കിൽ, അവൻ്റെ രക്തത്താൽ അടിപ്പിണറുകളാൽ സൗഖ്യം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, യേശു മാത്രം ലോകരക്ഷകനെന്ന് നീ ഇപ്പോൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാനല്ല പറയുന്നത് വചനം, നീ വിശ്വസിപ്പാൻ റെഡിയാണെങ്കിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വചനം മുഴുവനും അങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. നീ കർത്താവിലേക്ക് വരുമ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവനിലൊന്ന് വിശ്വസിച്ചാൽ മതി, നീ അത്ഭുതങ്ങളെ കാണും. യേശുവിലൊന്ന് നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, നീ അസാധാരണമായത് അനുഭവിക്കും. യേശുവിൽ നീ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നേരത്തെ ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ മലയോട് അവിടെ നിന്ന് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മല അവിടെ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, മല പോലെ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന, പർവ്വതങ്ങളെ പോലെ നിന്റെ ഹൃദയത്തിൽ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന, നിന്റെ ശിരസിൽ നീ വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, ഈ കടഭാരത്തെ എൻ്റെ യേശു എടുത്തു മാറ്റാൻ പോകുന്നു. പാലലി നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. യേശുവിൽ വിശ്വസിക്കാമെങ്കിൽ, ഹല്ലേലൂയ, നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശുവിൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, അവൻ്റെ വചനത്തിൽ നീ വിശ്വസിപ്പാൻ റെഡിയാണെങ്കിൽ, എൻ്റെ യേശു ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഇപ്പോൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കാരണം എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. എൻ്റെ യേശു വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവലാണ്, നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മളെ പ്രതിസന്ധിക്കകത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ദൈവത്തെ അല്ല ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നീ ഏത് പ്രതിസന്ധിക്കകത്തിരുന്നാലും, നീ ഏത് ഇല്ലായ്മയുടെ മധ്യത്തിലിരുന്നാലും, നീ ഏത് ശൂന്യതക്കകത്തിരുന്നാലും, എൻ്റെ യേശു നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കും. കാരണം അവൻ രക്ഷകനാണ്. അവൻ ലോകരക്ഷകനാണ്. കാരണം അവൻ്റെ അടിപ്പിണറുകളാൽ രോഗികൾക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. 1 കുറയാം 39 അടി അവൻ കൊണ്ടത് ഈ ലോകത്തിൽ സയൻസ് കണ്ടുപിടിച്ച 39 ഇനം വരുന്ന, ഹല്ലേലൂയ, നീയും ഞാനും അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും വേണ്ടിയാണ് അവൻ അടി കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ രക്തം ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കും. 1 യോഹന്നാന്റെ പുസ്തകം, ഹല്ലേലൂയ, 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ നിന്റെ മേലൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട് കുഞ്ഞെ. നിന്റെ മേലൊരു വിശുദ്ധിയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് പാപപ്രവൃത്തിയിലിരുന്ന്, ഹല്ലേലൂയ, എൻ്റെ യേശുവിൽ വിശ്വസിച്ചാലും എൻ്റെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നിന്റെ ആ പഴയ പാപത്തിൽ ഇരിപ്പാൻ നീ പാടില്ല. ആ പാപത്തെ ഉപേക്ഷിപ്പാൻ, ആ പാപത്തെ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചേ മതിയാവൂ. ഈ മദ്യപാനത്തെ നീ ഇപ്പോൾ ഉപേക്ഷിച്ചേ മതിയാവൂ. ഈ കഞ്ചാവിനെ നീ ഇപ്പോൾ ഉപേക്ഷിച്ചേ മതിയാവൂ. ഈ ലോക സുഖങ്ങളെ, ഹല്ലേലൂയ, മദ്യത്തിനു വേണ്ടി, മയക്കുമരുന്നിനു വേണ്ടി, ഈ ലോകപരമായിട്ടുള്ള പാപത്തിൽ നീ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനം പറയുന്നു, നീ അത് വിട്ട് മാറുക. ഇപ്പോൾ നീ അത് വിട്ടു മാറുക. ആ പാപപ്രവൃത്തിയിൽ നിന്ന് ഇപ്പോൾ നീ വിട്ടുമാറുക. കാരണം എൻ്റെ യേശു നിന്റെ ഭവനത്തിനകത്ത്, കാരണം എൻ്റെ യേശു നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എൻ്റെ യേശു ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കാരണം അവൻ അത്ഭുത മന്ത്രി തന്നെ. ഹല്ലേലൂയ. എൻ്റെ യേശു ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്, ഹല്ലേലൂയ, കേവലം ഒരു അത്ഭുതം, കുറെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവരുടെ മേലും, ഹല്ലേലൂയ, നീ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഹല്ലേലൂയ, ചുരുങ്ങിയ കാലഘട്ടത്തേക്കുള്ള നന്മകൾക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ യേശു ക്രൂശിൽ മരിച്ചത്. എൻ്റെ യേശു മരിച്ചത്, ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ള സാധാരണയായി ലഭിക്കുന്ന നന്മകൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ അവൻ അവകാശികളാക്കും. ഹല്ലേലൂയ. കാരണം അവൻ, ഹല്ലേലൂയ, ഒരിക്കലും, ഹല്ലേലൂയ, അവൻ
മരണത്തെ ജയിച്ചവനായതുകൊണ്ട് നമ്മളും മരണത്തെ ജയിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു രോഗങ്ങൾക്കും, ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധികൾക്കും, ഈ ലോകത്തിലെ ഒരു ഇല്ലായ്മകൾക്കും നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം എൻ്റെ യേശു മരണത്തെ ജയിച്ചവനായതുകൊണ്ട്, കാരണം എൻ്റെ യേശു ഇല്ലായ്മയുടെ മധ്യത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവനായതുകൊണ്ട്. ഇപ്പോൾ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. എൻ്റെ അപ്പൻ നമുക്ക് വേണ്ടി ഒരു അസാധാരണമായ കാര്യം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. യേശുവിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ബാലകന്റെ കയ്യിലിരുന്ന് 5 അപ്പത്തെ 2 മീനിനെ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് ഹല്ലേലൂയ അനേകർക്ക് കൊടുത്ത്. ഹല്ലേലൂയ. വചനം പറയുന്നു 5000-ലധികം പുരുഷന്മാർക്ക് കൊടുത്ത് ഹല്ലേലൂയ മിച്ചമെടുത്തെന്ന്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിപ്പാൻ റെഡിയാണോ? നിങ്ങൾ ഈ വചനത്തിൽ ഒന്ന് ആശ്രയിപ്പാൻ റെഡിയാണോ? എൻ്റെ യേശു നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഈ ശൂന്യതക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ, ഈ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശു നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. എൻ്റെ യേശു നിങ്ങളെ ഉയർത്താൻ പോകുന്നു. എൻ്റെ യേശു നിങ്ങളെ മാനിപ്പാൻ പോകുന്നു. ശുശ്രൂഷകന്മാരെ ഹല്ലേലൂയ, എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഹല്ലേലൂയ, കാലങ്ങളായി നിങ്ങൾ ശുശ്രൂഷ രംഗത്തിറങ്ങിയിട്ട് ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു ഉയർച്ച നേടുവാൻ സാധിക്കുന്നില്ലയോ? ഇപ്പോൾ ഭാരപ്പെടേണ്ട സമയമല്ല, ഇത് നിരാശപ്പെടേണ്ട സമയമല്ല. ഇപ്പോൾ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ അപ്പൻ 5 അപ്പത്തെ 2 മീനിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഹല്ലേലൂയ 5000-ഓളം പുരുഷന്മാർക്ക് കൊടുത്ത് മിച്ചം എടുത്തെങ്കിൽ ഹല്ലേലൂയ, ദൈവവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ കയ്യിലുള്ള ചെറിയ ശുശ്രൂഷയില്ലേ, അത് മതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പോകുന്നു. എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ ആ ചെറിയ ശുശ്രൂഷ മതി. ക്രിസ്തുവിലുള്ള ചെറിയൊരു ആശ്രയം ഇപ്പോൾ നിന്റെ മേൽ മതി. ഹല്ലേലൂയ. അത് നീ ദൈവത്തിൽ നിന്ന് കൊടുക്കാമെങ്കിൽ, അത് നീ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നിന്ന് കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ അത് പാഴും ശൂന്യവുമായിരുന്നു. പക്ഷേ അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവിടെ അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. ജീവജാലങ്ങൾ ഉണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിതാവായ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അതെല്ലാം ഉളവായി വന്നതുപോലെ ഇപ്പോൾ ദൈവികമായ സാന്നിധ്യം നീ ആയിരിക്കുന്ന റൂമിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കി അസാധാരണമായ കാര്യങ്ങൾ സംസാരിപ്പാൻ പോകുന്നു. ഞാൻ നിങ്ങളെ നോക്കി അസാധാരണമായ കാര്യങ്ങൾ ഹല്ലേലൂയ വിളിച്ചു വരുത്താൻ പോകുന്നു. ഇല്ലായ്മയുടെ മധ്യത്തിൽ, ശൂന്യതയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിനക്ക് ആവശ്യമുള്ളത് ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ക്രിസ്തുവിൽ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിൽ നീ ഒന്ന് ആശ്രയിപ്പാൻ റെഡിയാണെങ്കിൽ എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. കാരണം എൻ്റെ യേശു ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ചില വ്യക്തികളെ മാത്രം വിടുവിപ്പാനല്ല, മാനവരാശിയെ മുഴുവനും ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ, ഹല്ലേലൂയ രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ, ഹല്ലേലൂയ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ എൻ്റെ യേശു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യ രൂപമെടുത്ത് ഇറങ്ങി വന്നെങ്കിൽ ഹല്ലേലൂയ ദൈവികമായ കാര്യാദികൾ, ദൈവികമായ വാഗ്ദത്തങ്ങൾ ഇപ്പോൾ നിന്റെ മേൽ നിറവേറാൻ പോകുന്നു. ഹല്ലേലൂയ. വചനത്തിലൂടെ നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ ഈ സന്ദേശം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. വചനത്തിലൂടെ നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ കർത്താവിനോട് അവർ പറഞ്ഞത് ഹല്ലേലൂയ, അവർ യേശുവിനോട് പറഞ്ഞത് ഇവിടെ 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല. എൻ്റെ അപ്പൻ പറഞ്ഞത് ഹല്ലേലൂയ അതിങ്ങ് കൊണ്ടുവാ. ഇപ്പോൾ നിങ്ങൾ കയ്യിലുള്ളത് ഹല്ലേലൂയ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഹല്ലേലൂയ, അത് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിപ്പാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ എൻ്റെ യേശു നിൻ്റെ നിരാശ മാറ്റും. ഹല്ലേലൂയ. എൻ്റെ യേശു നിൻ്റെ ഇല്ലായ്മ മാറ്റും. ഹല്ലേലൂയ. എൻ്റെ യേശു നിൻ്റെ സമാധാനം ഇല്ലായ്മ മാറ്റും. ഹല്ലേലൂയ. 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 നിരാശ മാറ്റി നിന്നെ ഒരു പുതു സന്തോഷം ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉടുപ്പിക്കാൻ പോകുന്നു. നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നു.
പോകുന്നു. എൻ്റെ ദൈവം നിന്നെ അസാധാരണമായ രീതിയിൽ മാനിക്കുന്ന വർഷമാണ്. കാരണം ഹല്ലേലൂയ, നീ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിങ്കിലാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവം നിന്റെ മേൽ ഇപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ നീ ആയിരിക്കുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിപ്പാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷപാത രോഗിയെ ഹല്ലേലൂയ വിശ്വാസം ഉള്ളവർ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ അവനിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അവൻ്റെ സന്നിധിയിലോട്ട് ഇറക്കി വെച്ചപ്പോൾ ഹല്ലേലൂയ ആ പക്ഷപാതക്കാരൻ ചാടി എണീറ്റതുപോലെ, അവൻ്റെ മേൽ സൗഖ്യം വ്യാപരിച്ചതുപോലെ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആ വ്യക്തിയല്ല വിശ്വസിച്ചത് കേട്ടോ. പക്ഷേ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ മാനിച്ച്, കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കണ്ട് എൻ്റെ യേശു അപ്പോൾ ഒരത്ഭുതം ചെയ്തുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ ആരെല്ലാം ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ, ഇപ്പോൾ ആരെല്ലാം ഈ മന്നാ TV-യിലൂടെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നുണ്ടോ, നിങ്ങളുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല കർത്താവേ, ഈ നിന്റെ ജനത്തിനു വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹല്ലേലൂയ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ ശ്രദ്ധിച്ചതുപോലെ, കർത്താവേ ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾ ശ്രവിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അല്പമായ ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ഇപ്പോൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം ഞങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ പോകുന്നത് കൊണ്ട് നന്ദി. എൻ്റെ ദൈവം ഞങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ശൂന്യതകളെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റി കഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവേ, രോഗത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു കൊണ്ട്, പൈശാചികന് അടിമപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും അടിയനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആ കുടുംബം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ ആ കുടുംബം ആ കടഭാരത്തിൽ നിന്ന്, ആ ശൂന്യതയുടെ മധ്യത്തിൽ നിന്ന് ഇപ്പോൾ ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 6:30 കർത്താവിൻ്റെ വചനവുമായി ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടാവും. നിങ്ങളെല്ലാവരും ഈ വചന സന്ദേശങ്ങളെ കേൾക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. അതേ വിടുതലുകൾ അവരനുഭവിച്ച അതേ സന്തോഷം നിങ്ങളും അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ.